Are you ready? Yes or no? Yes. Yes. Take your Hindi textbook. Take your Hindi textbook. 15th chapter, Sehat ki Kaksha. ഇതിൽ നമ്മൾ എടുത്തത് സെഹത്ത് കി കക്ഷ. എടുത്തോ അത്? കംപ്ലീറ്റ് ആയോ അത്? പെട്ടെന്ന് പറഞ്ഞേ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തെ കുറിച്ച് അത് കംപ്ലീറ്റ് ആയോ അത്? നോ. എത്ര വരെയാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എത്ര വരെ? ബർഗർ ആർത്തം വരെ എടുത്തിട്ടില്ലോ. അത്ര എടുത്തിട്ടില്ലോ അല്ലേ? ഓക്കെ, മിസ് ഒന്നും കൂടി പറയാം. പേജ് നമ്പർ 83, സെഹത്ത് കി കക്ഷ എന്ന ലെസൺ എല്ലാവരും എടുത്തു വെക്കുക. വീഡിയോ ഓൺ ചെയ്ത് തന്നെ ക്ലാസ്സിൽ ഇരിക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പൊ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അല്ലേ? നോക്കാം, ഫസ്റ്റ് പാരഗ്രാഫ് മിസ് ഒന്നുകൂടി പറഞ്ഞത്. विद्यालय का मध्यावकाश चल रहा था. विद्यार्थी खाने पीने तथा खेलने में व्यस्त थे. സ്കൂളില് ആ വിദ്യാലയത്തില് എന്താണ് ഇന്റർവൽ ടൈം ആയിരുന്നു. ആ ടൈമിന് എല്ലാ കുട്ടികളും കുറച്ച് കുട്ടികള് ഫുഡ് സ്നാക്സ് കഴിക്കുന്ന തിരക്കില്, വെള്ളം കുടിക്കുന്ന തിരക്കില്, കുറച്ച് കുട്ടികള് കളിക്കുന്ന തിരക്കിലായിരുന്നു. കക്ഷ 4 के सभी विद्यार्थी खाना खा चुके थे. 4ാം ക്ലാസ്സിലെ 4th സ്റ്റാൻഡേർഡിലെ ടോഷിൻ ടീച്ചേഴ്സ്, ടോഷിൻ, where is your uniform? Where is your uniform? യൂണിഫോം എവിടെയാടാ? വേഗം ആൻസർ പറ. പ്ലീസ് അൺമ്യൂട്ട്. മറന്നുപോയി. പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് യൂണിഫോം ധരിച്ചിട്ട് വാ. വീഡിയോ ഓഫ് ചെയ്ത് പെട്ടെന്ന് വാ. ജോയലിനെ മിസ്സിന് കാണുന്നില്ല. ഓക്കെ, അപ്പോ കക്ഷാ 4 के सभी विद्यार्थी खाना खा चुके थे. ബാക്കിയുള്ളവർ എന്താ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ഞാൻ ടോഷിനോട് മാത്രം വീഡിയോ ഓഫ് ചെയ്തിട്ട് ഡ്രസ് ഇട്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ബാക്കിയുള്ളവർ വീഡിയോ ഓൺ ആയിട്ട് ഇരുന്നേ. ഒറ്റൊരാളും ക്ലാസ്സിൽ സമയത്ത് വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ അപ്പൊ നിങ്ങളെ ക്ലാസ്സിന് പുറത്തു വിടും. പിന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ക്യാമറയ്ക്ക് പ്രോബ്ലം ഉണ്ട്. ജൂലിയറ്റ് ഓക്കെ. ബാക്കിയുള്ളവര് റിലു, നിത, അലൻ മാത്യു, ബെനീറ്റോ ഇടക്ക് ഓഫ് ചെയ്യരുത്. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 83. അപ്പൊ 4ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും റിലു, വേർ ഈസ് യുവർ യൂണിഫോം? അത് ഉമ്മ അലക്കാൻ മറന്നിട്ട് ഇന്ന് അലക്കിയത്. നല്ല കാര്യം. പണിഷ്മെന്റ് കൊടുക്കാനാ സാറ് പറഞ്ഞത്, യൂണിഫോം ഇടാതെ വന്നിരിക്കും. നിത, യൂണിഫോം എവിടെ? നല്ല കാര്യം. ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ? സൺഡേ ലീവ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. സൺഡേ നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടാണോ എല്ലായിടത്തും പോയത്? അല്ല മിസ്, ഇന്നലെ ഉമ്മ വീട്ടിലുണ്ടായിട്ടില്ല. ഓക്കെ, ഞാൻ സാറിനോട് അത് പറയാം. എന്താ ബാക്കി നിങ്ങൾക്ക് നോക്കിക്കോട്ടാ. നിങ്ങളെ യൂണിഫോം നിങ്ങൾക്ക് തന്നെ ഒന്ന് എന്താ പറയണ്ടേ, അലക്കി ആരിടാൻ പറ്റുന്നില്ലേ മക്കളെ? 4th മക്കൾക്ക് അവരവരുടെ യൂണിഫോം അലക്കിടാൻ പറ്റില്ലേ? ആൻഡ്രു ജോസഫ്, അലൻ മാത്യു, ദിലീപ്, വീഡിയോ നിർബന്ധമായി ഓൺ ആക്കിയിരിക്കണം. സാമുവൽ, വീഡിയോ ഓൺ ചെയ്തേ. പേജ് നമ്പർ 83.
അപ്പോ 4ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആ ഇന്റർവൽ ടൈമിന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സ്നാക്സ് കഴിക്കുന്നുണ്ടായിരുന്നു. മഹാദേവൻ മസേലേക്കർ ബർഗർ ഖാ രഹി थी कि മധ്യാവകാശ ഗതം ഹോനെ കി ഗണ്ടി ബജ് ഗയി. മഹാദേവൻ നല്ല സ്വാദോടു കൂടി തന്നെ ബർഗർ കഴിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബെല്ലടിച്ചു. महादेवन ने अध्यापिका के आने से पहले जल्दी जल्दी बर्गर खाया और अपनी जगह पर बैठ गया. ബെല്ലടിച്ചു സൗണ്ട് കേട്ട ഉടനെ മഹാദേവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ബർഗർ തിന്നു തീർത്തിട്ട് ക്ലാസ്സിൽ വന്നിരുന്നു. ടീച്ചർ വരാറായി. കുച്ച് ഹി ദേർ മേ ഹിന്ദി की अध्यापिका कक्षा में आ गई. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹിന്ദി ടീച്ചർ വന്നു ക്ലാസ്സിൽ. अभी उन्होंने पढ़ाना शुरू किया ही था कि महादेवन जोर जोर से रोने लगा. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി സ്പീഡിൽ പറയുന്നതാണ്. അപ്പോ ടീച്ചർ വന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ, പാഠം എടുക്കാൻ തുടങ്ങിയപ്പോഴുണ്ട് പെട്ടെന്നുണ്ട് മഹാദേവൻ ഉറക്കെ കരയുന്നുണ്ട്. മഹാദേവൻ കെ രോനയ്ക്ക് ആവാസൻകർ അധ്യാപികാനെ രോനയ്ക്ക കാരണം പൂച്ച. അപ്പൊ മഹാദേവനോട് കാരണം ചോദിച്ചു ടീച്ചർ, നീ എന്തിനാ കരയുന്ന, എന്തു പറ്റിയെന്ന്. ഉസ്കാ മിത്ര ജയന്ത് ബോല, मैडम डॉक्टर ने महादेवन को फास्ट फूड खाने से मना किया था. അപ്പോ അവന്റെ ഫ്രണ്ട് ജയന്ത് പറഞ്ഞു, ടീച്ചർ മാഡം മിസ് ഡോക്ടർ മഹാദേവനോട് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പരന്തു പക്ഷേ ആജ് ഇസ്നെ ക്യാൻറ്റീൻ സെ ബർഗർ ഖരീദ് കർ ഖായാ ഹേ. ഇന്ന് അവൻ എന്ത് ചെയ്തു? ക്യാൻറ്റീനിൽ നിന്ന് ബർഗർ വാങ്ങി കഴിച്ചു. ക്യോ എന്തിന്? അധ്യാപികാനെ പൂച്ച. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അയ്യോ അത് കഴിക്കരുന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അത് വാങ്ങിക്കഴിച്ചേ? जयंत ने उत्तर देते हुए कहा, 2 दिन से इसके पेट में दर्द था, इसलिए घर में भी सभी ने इसे फास्ट फूड खाने से मना किया था. അപ്പൊ ജയന്തിന് മറുപടി പറഞ്ഞു. എന്താ ആൻസർ പറഞ്ഞത്? 2 ദിവസമായി ഇവന്റെ വയറിന് വേദനയായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കിയിരുന്നു. അധ്യാപികാനെ മഹാദേവൻ സെ കഹാ, യഹ് തോ ഗലത് ബാത് ഹേ മഹാദേവൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞ പ്രകാരം പേരൻസ് എന്ത് ചെയ്തു? ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കിയിരുന്നു. അപ്പൊ ആ സമയത്താണ് അവൻ എന്ത് ചെയ്തത്? ക്യാൻറ്റീനിൽ പോയിട്ട് ബർഗർ വാങ്ങി കഴിച്ചത്. അപ്പൊ ആർക്കാ നല്ലത്, മോശമാണോ നല്ലതാണോ അത്? റില്ലു നഖം കടിക്കല്ലേ. ഏഹ്തോ ഗലത് ബാത് ഹേ മഹാദേവൻ. ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ഇത് തെറ്റല്ലേ മഹാദേവൻ നീ ചെയ്തത്. ആൻജോ ജോസഫ് വീഡിയോ ഓൺ ചെയ്തേ. Can you hear me? ആൻജോ ജോസഫ്. അങ്ങനെ മറയിട്ട് നിന്നോട്ട് പഠിക്കുന്നു വേണ്ട മിസ്സിന്റെ ക്ലാസ്സിൽ. ആൻജോ ജോസഫ്, can you hear me? ചിലപ്പോ വീഡിയോ അവിടെ അന്ന് എന്താ പറയണ്ടേ, ക്ലാസ്സിലങ്ങ് കേറിയിട്ട് അവിടെ ഫോൺ വെച്ച് പോയിട്ടുണ്ടാവും. കുറെ സമയമായിട്ടോ വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞേ. ഒരു ക്ലാസ് മുഴുവൻ ഹിന്ദിയുടെ പീരീഡ് മുഴുവൻ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കാനും നിങ്ങളുടെ യൂണിഫോം ധരിക്കാനും മിസ് പറഞ്ഞുകൊടുക്കാം. ഹിന്ദി പഠിപ്പിക്കുന്നില്ല. സനയെ കാണല്ലോ. സന എവിടെ? ഓക്കെ. അപ്പോ അധ്യാപിക പറഞ്ഞെന്താ? നീ ചെയ്ത് തെറ്റല്ലേ മഹാദേവൻ. ഐസ്ക്രീം, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് ആദി ദേക്കർ ഹം ഖുദ് കോ രോക് ഹി നഹീ പാതേ. നമ്മൾ എന്താണ്? കൈ ബച്ചേ ഏക് സാത്ത് ബോലെ, മേഡം പിസ്സ, ഐസ്ക്രീം, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് ആദി ദേക്കർ ഹം ഖുദ് കോ രോക് ഹി നഹീ പാതേ. അപ്പോ പേജ് നമ്പർ 84. ക്ലാസ്സിന് വൈകിട്ട് കയറി വരും, എന്നിട്ട് ഏതാണ് പേജ് എന്നും അറിയില്ല. അപ്പോ എല്ലാ കുട്ടികളും കൂടി പറഞ്ഞു. എന്താണ് എല്ലാരും പറഞ്ഞത്? സാമൂൽ ഉറങ്ങാണോ? നോ. അപ്പോ എല്ലാ കുട്ടികളും പറഞ്ഞു, മിസ്സേ ഞങ്ങൾക്ക് ബർഗറോ ഐസ്ക്രീമും മറ്റേ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ ഇതൊന്നും കാണുമ്പോ
നമുക്കത് എന്താണ് മനസ്സ് നിൽക്കുന്നില്ല, വേണ്ട വെക്കാൻ വേണ്ടിട്ട് നമ്മൾ അറിയാതെ വാങ്ങി തിന്നു പോകുന്നല്ലേ, കൊതിയന്മാരല്ലേ എല്ലാരും. ഐസ്ക്രീം എല്ലാം കാണുമ്പോ തിന്നണ്ടെന്ന് ആര് പറഞ്ഞാലും, ഡോക്ടർ പറഞ്ഞാലും പേരൻസ് പറഞ്ഞാലും നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ആ ഐസ്ക്രീമിന്റെ കളറും അല്ലേ ആ ടേസ്റ്റ് ഒക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ വാങ്ങിച്ചു കഴിക്കും. അധ്യാപികനെ സബ്കോ സമझाते हुए कहा, അപ്പൊ ടീച്ചർ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു, बच्चों ये सभी चीजें हमारी सेहत को नुकसान पहुंचाती है, इसलिए तुम्हारा माता पिता ये चीजें खाने से मना करता है. അതായത് ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് നഷ്ടങ്ങളാണ് തരുന്നത്, നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ടാണ് പേരൻസ് ഈ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറയുന്നത്. ഫാസ്റ്റ് ഫുഡ് കം സമയമേ തയ്യാർ കിയേ ജാനെ വാല ഭോജൻ ഹേ. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഫാസ്റ്റ് ഫുഡ്. നമ്മൾ അവിടെ എത്തിയിട്ട് ഓർഡർ ചെയ്യേ വേണ്ടു അല്ലേ, പെട്ടെന്ന് അവർ കൊണ്ടുതരും, അതാണ് എന്ത് ഫാസ്റ്റ് ഫുഡ്. ജോ അധപകാ ഹോനെ കെ കാരൺ നുക്സാൻ പഹുഞ്ചാതാ ഹേ, അത് മുഴുവനായിട്ടും പാകമാകുന്നില്ല. എന്താ പാകമാകുന്നില്ല എന്നാൽ വേവുന്നില്ല, അതിന്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് അത് വെന്ത് വരുന്നില്ല. പകുതി വേവിച്ച സാധനമാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു തരുന്നത്. ऐसे भोजन में अधिक मात्रा में वसा शर्करा तथा अन्य हानिकारक तत्व होते हैं. അതായത് അതില് കൂടുതലും ഷുഗർ പോലെയുള്ള സാധനങ്ങള് കുറെ ചേർക്കുന്നുണ്ട് അവര്. ജോ ഹമാരെ ശരീർ കേ ലിയേ നുക്സാൻദായക് ഹേ, അത് നമ്മുടെ ശരീരത്തിന് മോശമാണ്, നഷ്ടമാണ്. യഹ് ഭോജൻ മോട്ടാപ്പേക്കോ ബഡാത്താ ഹേ, ഈ ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കും, നമ്മള് മോട്ടാപ്പ തടിച്ച് ഇങ്ങനെ ഉരുണ്ട് വരും. എന്ത് വരുവാ, അതായത് നമ്മളെ പ്രായത്തിനേക്കാളും തടിച്ച് ഇങ്ങനെ ഉരുണ്ട് വരും. നമ്മള് കാറിന്റെ സൈഡില് ഒന്ന് നോക്കി നമ്മളെ രൂപം ഒന്ന് നോക്കിയേ, നല്ല നമ്മളെ പരന്നിരിക്കും അല്ലെ, കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാറിന്റെ സൈഡിൽ നിങ്ങളെ രൂപം നോക്കിയോ, ആ സനയെല്ലാം നോക്കിയേ, നല്ല തടിച്ചിങ്ങനെ ഉരുണ്ടണക്കി ഉണ്ടാവും. അപ്പൊ അതുപോലെയാവും ഈ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിച്ചാൽ എന്നാ പറയുന്നത് കേട്ടോ. അങ്ങനെ തടി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? തടിച്ചിങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ഞോ. അപ്പോ എന്താണ്, मोटापे को बढ़ाता है, फाइबर्स की कमी होने के कारण पचने में भी कठिन होते हैं. അതുപോലെ നമുക്ക് നമ്മുടെ വിറ്റാമിൻസ് ഒക്കെ കുറഞ്ഞിങ്ങനെ എന്താ പറയണ്ടേ, തടി ചീർത്ത് വരുന്ന അവസ്ഥയാണ് വരിക. അതിനെയാണ് എന്ത്, പിന്നെന്താ സംഭവിക്ക, ഐസാ ഭോജൻ കുച്ച് സമയക്കെ ലിയേ ഭൂഖ് കോ ശാന്ത് ഭലേ ഹി കർത്താ ഹേ. ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കുറച്ച് സമയത്തേക്ക് നമ്മുടെ വിശപ്പ് അകറ്റുന്നേ ഉള്ളൂ. കുറച്ച് സമയത്തേക്ക് പെട്ടെന്ന് നമ്മളെ വിശന്ന് പോകുമ്പോ പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാല് ആ സമയത്തുള്ള വിശപ്പ് അടക്കിന്നുള്ള കാരണം മാത്രമേ അതിനെ കൊണ്ടുള്ളൂ. പക്ഷേ കിന്തു ഇസ്സേ ശരീർ കി ഊർജാ മേ വൃദ്ധി നഹീ ഹോത്തി, പക്ഷെ നമുക്ക് ഒരു എനർജി നമ്മുടെ ശരീരത്തില് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിട്ടുന്നില്ല. यह शरीर के लिए बहुत हानिकारक होने के साथ साथ दिमाग को भी कमजोर कर देते हैं. അതായത് നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചാല് ഇങ്ങനെ തടിച്ച് തീർത്ത് വരുന്നതല്ലാതെ ഇതിനെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം, നമ്മുടെ ശരീരത്തിന് ഹാനികാരകമാണ്, ശരീരത്തിന് മോശമാണ് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത്. इसलिए जहां तक हो सके ഇസ് പ്രകാർ കാ ഭോജൻ നഹീ കർനാ ചാഹിയെ. അതുകൊണ്ട് നിങ്ങള് എന്താണ്, ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവനും നിങ്ങള് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കരുത്. ബച്ചോ, കുട്ടികളെ, തുമേ റോസ് പൗഷ്ടിക് ഭോജൻ ഹി കർനാ ചാഹിയെ, നിങ്ങൾ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുന്നതാണ് പറയുന്നത്. എന്താ കഴിക്കേണ്ടത്? പോഷകാഹാരങ്ങൾ.
ഏതുപോലെയുള്ള പോഷകാഹാരങ്ങള്? ജൈസെ എക്സാമ്പിള് ദൂത്, ദഹി, അനാജ്, മൗസം കി സബ്ജിയാ തഥാ ഫൽ ആദി. പാല്, നെയ്യ്, പച്ചക്കറികൾ, വെജിറ്റബിൾസ്, ധാന്യങ്ങള്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിച്ചോളൂ. അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു മോശവും വരാനില്ല. നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും വിറ്റാമിൻസും ലഭിക്കും. അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. पौष्टिक भोजन से शरीर की ऊर्जा में वृद्धि तो होती ही है, साथ ही मन प्रसन्न और मस्तिष्क विकसित होते हैं. ഈ പോഷകാഹാരങ്ങൾ കഴിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന് നല്ല എനർജി കിട്ടും. നമുക്ക് വേണ്ട എനർജി കിട്ടും. നിഹാരനെ കാണുന്നേ ഇല്ലല്ലോ. നിഹാരന്റെ അനിയൻ അവിടെ വന്ന് മറഞ്ഞു നിന്നു. നിഹാര എവിടെ എന്ത് ചെയ്യുന്നു ഒന്നും അറിയുന്നില്ല. ഇങ്ങോട്ട് വന്നിരിക്കും, മിസ് കാണട്ടെ. അപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് വേണ്ടുന്ന, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ വിറ്റാമിൻസും ലഭിക്കുകയും നമ്മുടെ മനസ്സിന് സന്തോഷമാകുകയും മസ്തിഷ്കത്തിന് വികാസം പ്രാപിക്കുകയും ചെയ്യും. എന്താ മസ്തിഷ്കത്തിന് വികാസം? നമുക്ക് ബുദ്ധി ഉണ്ടാവുകയും ചെയ്യും. എല്ലാ വിറ്റാമിൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് എന്താണ്? പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാല്, പോഷക ഗുണമുള്ള ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. इससे रोगों से भी बचा जा सकता है, अध्यापिका ने बताया. ഇങ്ങനെ കഴിച്ചാല്, പോഷകാഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് അസുഖം വരുന്നത് കൂടി കുറക്കാൻ പറ്റും. എന്താ പറ്റി ഷെസിനെ? വൈകിപ്പോയി. Why are you late? നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെയോ? ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കാണണേ മോനെ. ആദ്യം മുതൽ പറഞ്ഞതൊക്കെ കാണണേ. ഓക്കെ. ലേറ്റ് ആയിട്ട് വന്ന കുട്ടികൾ എല്ലാവരും ക്ലാസ് കണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കരുത്. യൂട്യൂബ് ലിങ്ക് അയച്ചെന്നാൽ അതൊന്നും കൂടി കാണുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതെല്ലാം കേൾക്കണം. അപ്പൊ അധ്യാപിക പറഞ്ഞു, പോഷകാഹാരങ്ങൾ കഴിച്ചാൽ വേറെന്താ ഗുണം? നമുക്ക് പല രോഗങ്ങളിൽ നിന്ന് മാറ്റം കിട്ടും അല്ലെ? ആൻജോ ജോസഫ്, സന മൻസൂർ, പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്തോ, ഇല്ലെങ്കിൽ ഇപ്പൊ സാർ അവിടെ എത്തും. ഞാനിപ്പോ സാറിനെ പറഞ്ഞോളൂ അങ്ങോട്ട്. ഇത് വീഡിയോ ഓഫ് ആക്കിയിട്ട് ആരിയ്ക്കുന്നു അവിടെ എടുത്ത് സാർ ഉണ്ടാവും. വെറുതെ വീഡിയോ ഓഫ് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. അച്ഛാ മാം സബി ബച്ചോനെ ഏക് സാത്ത് കഹാ. അപ്പൊ എല്ലാ കുട്ടികളും പറഞ്ഞു, ശരി മാം, ഞങ്ങള് അങ്ങനെ ശ്രദ്ധിച്ചോളാം. പോഷകാഹാരങ്ങൾ മാത്രമേ ഇനി കഴിക്കുള്ളൂ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ കഴിക്കില്ല, ഐസ്ക്രീം, ബർഗർ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇനി കഴിക്കില്ല മിസ് എന്ന് പറഞ്ഞു. അധ്യാപികാനെ കഹാ, ഹാം ബച്ചോ, തും സബ് മുझसे यह वादा करो कि अब से फास्ट फूड खुद भी नहीं खाओगे और मित्रों को भी इससे होने वाले नुकसान के बारे में बताओगे. എന്നാ നിങ്ങളൊരു കാര്യം ഇന്നു മുതൽ തീരുമാനം എടുത്തോളൂ മക്കളെ. എന്താണ്? ഇനി മുതൽ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിക്കില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിനെക്കുറിച്ച്, ഇതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കും. അതായത് നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊണ്ടും കഴിപ്പിക്കില്ല. പൗഷ്ടിക ഭോജൻ സേ അപ്നെ ശരീർ കി നിരോഗ ഔർ തന്ദുരുസ്ത് ബനോഗെ. പോഷകാഹാരങ്ങള് നമ്മുടെ ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥയും അതുപോലെ ആരോഗ്യം വീണ്ടെടുക്കാനും സഹായിക്കുമെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ പറഞ്ഞു നൽകും. അപ്പൊ നിങ്ങളും അവിടുത്തെ 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇന്ന് ഞങ്ങളും ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കില്ല, പോഷകാഹാരമുള്ള ഭക്ഷണങ്ങളെ കഴിക്കൂ. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വെറുതെ പറഞ്ഞാ പോരാ, ചെയ്യണം. ഇനി ഐസ്ക്രീം കാണുമ്പം ഉമ്മയോടും ഉപ്പയോടും ഐസ്ക്രീം വാങ്ങിത്തരാൻ പറയാൻ പാടില്ല. ഫാസ്റ്റ് ഫുഡ് ഭക്ഷണം മനസ്സിലായ ഏതാന്ന്? ഐസ്ക്രീം, ബർഗർ, പിസ്സ അങ്ങനെയുള്ള സംഭവം. എല്ലാവർക്കും മടി തന്നെ പറയാനല്ലേ? നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല?
ഫാസ്റ്റ് ഫുഡ് ഇനി കഴിക്കുകയോ ചെയ്യില്ലാന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ സെൽന? അവന് ഭക്ഷണം കഴിക്കുന്നേ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുകയെന്ന് ചിന്തിച്ചിട്ട്. എന്ത് സുഖമില്ല മോളെ സെൽനക്ക്? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളും ഇനി തീരുമാനം എടുത്തില്ലെങ്കിലും പരമാവധി ഒഴിവാക്കുക കേട്ടോ. ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ, അതായത് ലേസ് പോലുള്ള സംഭവങ്ങൾ പാക്കറ്റിൽ ഓക്കെ നല്ലോണം വാങ്ങി കഴിക്കില്ലേ? ഓക്കെ ലേസ് എന്തിനിങ്ങ കൈ കാണിക്കുന്ന തമ്പ് കാണിക്കുന്നില്ല എന്നെല്ലാം എത്രയോ പേര് വാങ്ങി കഴിക്കലുണ്ട്. അതെല്ലാം പെട്ടെന്ന് നിങ്ങളെ വയറിന് പല അസുഖങ്ങളാക്കി തീർത്തരും. ഏത് ലേസ്? ഓക്കെ കേട്ടല്ലോ? അതൊന്നും വാങ്ങി ഇനി കഴിക്കരുതേ. മിസ് ഇനി കാണണം നിങ്ങളെ കയ്യിൽ അങ്ങനത്തെ സംഭവം കണ്ടെങ്കിൽ മിസ് അപ്പൊ കൈ അടിച്ചു പൊളിക്കും. ബച്ചേ ഏക് സാത്ത് ബോലെ ജി മാം. അപ്പൊ കുട്ടികളെല്ലാവരും ഒരുപോലെ പറഞ്ഞു ജി മാം, ഞങ്ങള് അനുസരിക്കാം. എന്തനുസരിക്കാന്ന്? ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങള് കഴിക്കില്ല. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? പരമാവധി നോക്കാന്നല്ലേ, പറ്റുമോന്ന് അറിയില്ല. പറ്റുമോന്ന് അറിയില്ല അല്ലെ? പരമാവധി ശ്രമിച്ചാൽ മതി. നിങ്ങൾ ഏത് ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഒഴിവാക്കിയാൽ മതി. ഏത്? ഓക്കെ ലേസ് അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാഠഭാഗം വായിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ലെസണും ആയി. ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കണം എല്ലാവരും. അല്ല, ഒരു പാഠം കൂടി ഉണ്ട് അല്ലെ, 16ാമത്തെ ഒരു പോയം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പാഠഭാഗം ഒരു 5 പ്രാവശ്യം വായിക്കണം. അതിന്റെ വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എഴുതുക. വേർഡ് മീനിങ് ആൻഡ് ഓപ്പോസിറ്റ് വേർഡ്, വിലോമ ശബ്ദം. എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വേർഡ് മീനിങ് പഠിച്ചിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിറ്റേഷൻ ഉണ്ടാവും വേർഡ് മീനിങ്. ഓക്കെ, റെഡി ആണോ? എന്താന്ന്? എന്താ മിസ് എന്ന് വെച്ചാൽ എന്താ ചോദിച്ചേ? അത് ചിലപ്പോ നിങ്ങൾ എങ്ങനെ നിങ്ങൾ റെഡി ആയിട്ട് വരണം. ചിലപ്പോ എഴുതാനായിട്ട് പറയാൻ മാത്രമല്ല, എഴുതാൻ കൂടി റെഡി ആയിട്ട് വരിക. പെട്ടെന്ന് മിസ്സിന് തോന്നുന്നത് എഴുതിപ്പിക്കലാണെങ്കിൽ എഴുതിപ്പിക്കും, അല്ല പറയിപ്പിക്കുകയാണെങ്കിൽ ആ പറയിപ്പിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കാൻ ചെയ്യണം വേർഡ് മീനിങ്. വേർഡ് മീനിങ് വായിക്കാൻ കിട്ടും നോക്കിയേ. മധ്യാവകാശ്, മിഡ് ഡേ, വ്യസ്ത ബിസി, ദർദ് പെയിൻ, നുക്സാൻ ഹാം, അധപക ഹാഫ് കുക്ക്ഡ്, മാത്ര ക്വാണ്ടിറ്റി, ശർക്കര ഷുഗർ, ഹാനികാരക് ഹാംഫുൾ, തത്വ എലിമെന്റ്, മോട്ടാപ്പ ഒബേസിറ്റി, ഊർജ എനർജി, വൃദ്ധി ഇൻക്രീസ്, കംസോർ വീക്ക്. വീക്ക് കണ്ടോ? WEAK ആണ് വീക്ക്. കംസോർ ദുർബലനാവുന്ന അവസ്ഥ. പൗഷ്ടിക് ന്യൂട്രിറ്റിയസ് അല്ലെ? മസ്തിഷ്ക് ബ്രെയിൻ, വികസിത ഡെവലപ്ഡ്, വാദ പ്രോമിസ്, നിരോഗ് ഹെൽത്തി. വിലോമ ശബ്ദം എന്തൊക്കെയുണ്ട്? ജൽദി ദേർ, വൃദ്ധി കമി, ഹാനി ലാഭ്, കംസോർ താക്കത്വർ, ഖരീദിന ബേച്ചിന, അധിക് കം. ഇത്രയും വേർഡ് മീനിങ്, അതായത് ഓപ്പോസിറ്റ് വേർഡ്സും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. സെലിന ഒന്ന് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു കൊടുത്തേ മോളെ ഇവർക്ക്. സെലിന മിസ് ആദ്യം മുതലല്ലേ? അതെ, ഫസ്റ്റ് പാരഗ്രാഫ്. विद्यालय का मध्यावकाश चल रहा था. विद्यालय गाने पीने खेलने में तथा खेलने में व्यस्त थे. कक्षा जर के सभी विद्यालय
गाना का चुके दे। महादेवन मजे लेकर बर्गर गा ही रगा की मध्यावकाश गदम होने की दड़ी बज गाए। महादेवन ने अध्यापिका के आने से पहले जल्दी बर्गर गाया और अपनी जगह पर बैठ गया। ओके, फातिमा शहमा के वाइचे शहमा के सेकंड पैराग्राफ। कुछ ही देर മിസ് പറഞ്ഞുതരും. നീ മോള് വായിച്ചോ, നിനക്ക് കിട്ടാത്ത മിസ് പറഞ്ഞുതരും. में कुछ ही देर में हिंदी की अध्यापिका പിന്നെ कक्षा में आ गई। अभी उन्होंने പഠാന ഷഹ്മ വായിക്കാൻ ശ്രമിക്ക്. തെറ്റുന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരും. ശ്രമിച്ചു നോക്ക്. शुरू किया कि महादेवन जोर जोर से रोने लगा। महादेवन की आवाज सुनकर अध्यापिका ने रोने कारण उसका मित्र जयंत बोला। मैडम डॉक्टर ने महादेवन को फास्ट फूड खाने से मना किया था। आज इसने कैंटीन से बर्गर खरीद कर खाया है। क्यों? पूछा। ओके, नेक्स्ट बेनीटा वाइशे मोळे। बेनीटा थर्ड पैराग्राफ नेक्स्ट पेजिले पेज नंबर 84। जयंत ने उत्तर देते हुए कहा 2 दिन से इसके पेट में दर्द था।
इसलिए घर में भी सभी में ने इसे फास्ट फूड खाने से मना किया था. അതായത് സ്കൂളില് ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞതിനോട് ഹിന്ദി ബുക്ക് വായിച്ചിട്ടേ ഇല്ലെന്നാ നിങ്ങൾ വായിക്കുമ്പോ മനസ്സിലാവുന്നത്. ബാക്കി വായിച്ചു. अध्यापकने महादेवन से कहा, यह तो गलत बात है. निशा मिस ताड़े. महादेवन कई बच्चों एक साथ बोले मैडम पिज्जा आइसक्रीम बर्गर फ्रेंच फ्राइज आदि देखकर हम खुद को रोक ही नहीं पाते. ओके ओके बाकी रिलू वाइचे. अध्यापिका सबको समझाते हुए कहा, बच्चे ये सभी. ഒരു മിനിറ്റ് റിലു, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. മക്കളെ റിലു വായിക്കുമ്പോ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ആ ലൈനിലായിരിക്കണം, ആ സെന്റൻസിലായിരിക്കണം. കുറച്ച് മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കണം. ഓക്കെ, വായിച്ചോ റിലു. हमारी सेहत के नुकसान पहुंच जाती है. इसलिए तुम्हारे माता पिता ये चीजें खाने से मना करते हैं. नेट പോയോ? मना करते हैं. फास्ट फूड कम समय में तैयार जाने वाला अध्यापक जो अध्यापक होने के कारण नुकसान मात्र में वसा नेट कटाने हानिकारक तत्व होते हैं. होते हैं के लिए भोजन मोटापे को बढ़ाता है. फाइबर्स की कमी होने के कारण पचने में भी
में भी कठिन होता है. ഓക്കെ റിലു, നെറ്റ് ഇടക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ റിലു. बी कड़ी റിലു भोजन कुछ റിലു ക്യാൻ യു ഹിയർ മീ? यस ഓക്കെ ഓക്കെ ഓക്കെ, വായിച്ചത് മതി. ഇനി മക്കള് ക്ലാസ് നമുക്ക് കട്ടാവാറായി. ഞാനപ്പോ കുറച്ചു പേരെ മാത്രമേ ഇപ്പൊ വായിപ്പിച്ചുള്ളൂ. പക്ഷെ എങ്കിലും ബാക്കിയുള്ളവരുടെ ചാൻസ് നഷ്ടമായിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സില് ഈ പാഠഭാഗം ഞാൻ ആദ്യം വായിപ്പിക്കും ബാക്കിയുള്ളവരെ. എല്ലാവരും റെഡി ആയിട്ട് വരണം. ഞങ്ങൾക്ക് സുഖം തന്നെ, ഞങ്ങൾക്ക് അവര് മാത്രല്ലേ വായിക്കണ്ടു എന്ന് കരുതിയിട്ട് നിങ്ങളെ ഒന്നും ശ്രമിക്കാതിരിക്കരുത്. എല്ലാവരും ഞാൻ ഒരു പ്രാവശ്യം കൂടി അടുത്ത ദിവസം വായിപ്പിക്കും. ഷഹ്മ വി എന്താ പറയാൻ പോയത്? എന്റെ മോളെ, വാട്ട് ഹാപ്പൻഡ്? ക്ലിയർ ആയില്ല. മ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിലേക്ക് ഒരു 4-5 പ്രാവശ്യം ഈ പാഠം മുഴുവനും വായിപ്പിക്കുക. അടുത്ത ദിവസം എല്ലാവരും ഞാൻ വായിപ്പിക്കും. ഓക്കെ, ബൈ, സി യു. വേർഡ് മീനിങ് പഠിക്കണേ. നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. കോപ്പി റൈറ്റിംഗും കംപ്ലീറ്റ് ആക്കണം. ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും നിങ്ങളുടെ കോപ്പി റൈറ്റിംഗ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ബൈ ബൈ. Bye, Miss. Thank you, Miss. Thank you, Miss. Bye, Miss. ഓക്കെ ഡിയർ. ഓക്കെ Thank you, Miss. ഓക്കെ, ബൈ. Bye, Miss. Bye, Miss. ബൈ ബൈ.